നിന്റെ വിശപ്പ് അറിയാ കുറച്ച്. ഹലോ, എന്താടാ? നിന്നോട് ആരാ പറഞ്ഞ? എന്താടാ, ആരാ വിളിച്ച്? എടാ, എന്താ കാര്യം പറഞ്ഞീ? എടാ, ബക്കർക്ക ഷാജിയെ വിളിച്ചത്. ബക്കറക്ക മരിച്ചു പോയത്. എങ്ങനെ? എനിക്കറിയില്ല. എടാ, والقرآن الحكيم إنك لمن المرسلين. അതെ, ഇവൻ ബക്കർക്കട വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാ. എനിക്ക് തോന്നി. ഇന്നലെ ലാസ്റ്റ് ബസ്സിലാണ് ഈ മൂപ്പര് വന്നത്. എല്ലാരും ഇറങ്ങിപ്പോയിട്ടും ആള് ഇറങ്ങാതിരിക്കണ കണ്ട് കണ്ടക്ടർ റസാക്ക ചെന്ന് തൊട്ട് വിളിച്ചപ്പോ മറിഞ്ഞോന്റെ മേത്തൊക്കെ അങ്ങോട്ട് വീണു. സൈലന്റ് അറ്റാക്കാർന്നേ. നാളെ ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കാത്ത മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെയാ പടച്ചോൻ വിളിച്ചപ്പോഴും വേദനിപ്പിക്കാണ്ട് അങ്ങോട്ട് വിളിച്ചേ. എവിടെ എത്തിയടാ? എടപ്പള്ളിയായി. നമുക്കൊരു കട്ടൻ കാപ്പി കുടിച്ചാലോ? നീ ഇപ്പൊ കട്ടൻ കാപ്പി ഒന്നും കുടിക്കണ്ട, വീടെത്താറായില്ലേ. നീ വേഗം വണ്ടി വിട്. സോറി. ഒന്ന് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തു. ഇത് വലിയ കുരിശായല്ലോ. സോറി. നീ ഒന്ന് പിടിച്ച് മാറ്റിക്കയാളെ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, നീ കൂടി പോ. എന്റെ ചേട്ടൻ ഒന്ന് മാറിക്ക, ഞങ്ങക്ക് പോണം. വെള്ളം അടിച്ച് വെളിവില്ലാണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണോ? മാറിക്കേട്ടാ. സോറി, ഐ എം എക്സ്ട്രീംലി സോറി. ഞാനിന്ന് അല്പം ഓവറായി പോയി. അനിയന്മാരെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുക. കൻ യു ഹെൽപ്പ് മീ? എന്നൊന്ന്, എന്റെ വണ്ടി കാണാനില്ല, എന്നൊന്ന് വീട്ടിലേക്ക് ആക്കി തരാമോ? വീട്ടിലോട്ടൊക്കെ ചേട്ടൻ തന്നെ പോയാ മതി. ചേട്ടൻ വണ്ടിയുടെ മുന്നിൽ മാറിക്കേ. അങ്ങനെ പറയല്ലേ, പ്ലീസ് പ്ലീസ്. പറഞ്ഞ മനസ്സിലാവില്ല. എന്നൊന്ന് വീട്ടിലാക്കി പ്ലീസ്. അനിയന്മാരെ, അനിയന്മാരെ പ്ലീസ്, എന്നൊന്ന് വീട്ടിലാക്കി തരാം. അതാ ആ വെളിച്ചം കാണുന്ന എന്റെ വീട്. ഒന്ന് വീട്ടിലേക്ക് ആക്കി തരാം പ്ലീസ് പ്ലീസ്. അനിയന്മാരെ, എനിക്ക് നടക്കാൻ വയ്യാത്തോണ്ടല്ലേ. ഇതിനോട് ആടി ആടി വല്ല വണ്ടിക്കടിയും പോകും. അത് ശരിയാണ്. ഇവിടെ കിടന്ന വണ്ടിക്ക് അവിടെ വയ്ക്കും. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? ആ കാണുന്നല്ലേ വീടെന്ന് പറഞ്ഞേ, അവിടെ കൊണ്ടാക്കാം. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ഒന്നും ആലോചിക്കാനില്ല, പ്ലീസ് പ്ലീസ്. നീ കേറ്, കേറ്.
അത് ഗിയർ അവിടെ വെക്കുന്നത്. വിട്ടോ. ആ ഇറങ്ങിക്കോ. നിങ്ങൾ അങ്ങ് ഇങ്ങോട്ട് പോവാ. ഇവിടുന്ന് ബഹളം വെക്കലട, ഇയാളങ്ങടെ ആക്കട്ടെ. ആ അയാളെ വാടാ ഒന്ന് പിടി. കൊണ്ട വീട്ടിൽ എളുപ്പം വന്നേക്കണം കേട്ടോ. നീയൊന്നും മിണ്ടാതിരിയടാ. ഓ അയ്യോ. ഇവിടെ ഗുഡ് നൈറ്റ്. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങളൊക്കെ കഴിക്കുന്നവരല്ലേ, എനിക്കൊരു കമ്പനി താടോ. കമോൺ സിറ്റ് ഡൗൺ. അയ്യോ വേണ്ട ഏട്ടാ, ചേട്ടൻ കഴിച്ചോ, ഞങ്ങള് പോവേട്ടാ. നോ 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 നോ, ഒറ്റപ്പക്ക് കഴിച്ചിട്ട് പോയാ ഏട്ടാ നിങ്ങൾ എന്നെ വീട് വരെ ആക്കിയിട്ട് ഒന്നും കഴിക്കാതെ പോകുന്നത് ശരി. എടാ വാട പോകാം. പ്ലീസ് നോ എന്ന് പറയരുത് പ്ലീസ്. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ ഇതാ. അതും പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണോ? ഈ ഗ്ലാസ് എങ്കിലും ഒന്ന് എടുത്ത് വെക്കാറുന്നില്ലടോ. ഈ ഗ്ലാസ് ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലായിരുന്നു? നമ്മള് 3 പേരുള്ളവരെ ഇരിക്കട്ടെ. ഒഴിച്ചോ? ഒഴിക്കാം. ഞങ്ങളിങ്ങനെ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഞാൻ ഒരുപാട് കഴിക്കും. കഴിച്ചു കഴിച്ചു. എങ്ങനെ? മതി മതി മതി. ഒട്ടിക്കും. അപ്പൊ ഇതിനായിരുന്നല്ലോ രണ്ടും കൂടി ഇങ്ങോട്ട് വന്നത്. അത് ശരി, നിങ്ങളാള് കൊള്ളാമല്ലോ. നീ അവിടെ എവിടെയും പോയിരിക്കും. ഇരിക്കടോ, ഒരിടത്ത് കഴിക്കും. വേണമെങ്കിൽ എടുത്ത് കഴിക്കും, ഇവിടെ സപ്ലർമാരൊന്നുമില്ല. ഇതെന്താ പാണ്ടിലോർക്ക് ഡീസൽ അടിക്കണം? You know, I am Ravindran. Ravindran PK. അല്ല ചേട്ടാ എന്താ പണി? I am an architect. ഹാർട്ട് അറ്റാക്കോ? ഹാർട്ട് അറ്റാക്ക് അല്ലടാ, ആർക്കിടെക്റ്റിന്റെ പണി. ആർക്കിടെക്റ്റുകളൊക്കെ പണിതാലേ അവര് തിരിച്ചു പണിട്ടാ. അല്ല ബൈ, നിങ്ങളൊക്കെ ആരാ? അയ്യോ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഞാനാണ് ഞാൻ, ഇത് ഇവൻ, അത് അവൻ. മനസ്സിലായല്ലോ? മനസ്സിലായി. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. എന്റെ ഫോൺ അവിടെ ഇവിടെ എവിടെയെല്ലാം കാണും. എക്സ്ക്യൂസ് മീ, എന്റെ നമ്പറിലേക്ക് ഒന്ന് ഡയൽ ചെയ്യോ? എത്ര നമ്പർ? എത്ര? 9446968311. നീ ഇതോടെ പോടാ. എന്നാലും 1 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിച്ചു. ഡയൽ ചെയ്തിട്ട് റിങ് പറഞ്ഞത്. നീ ഒന്ന് വിളിച്ചു വിളിച്ച്. ഹലോ
എന്റെ രവീന്ദ്രൻ സാറേ, ഇനിയെങ്കിലും ഫോണൊക്കെ ഒന്ന് സൂക്ഷിക്ക്. ഇന്നിപ്പോ ഈ രാത്രിയിൽ ഞങ്ങള് 3 പേര് സാറിന്റെ വീട്ടിലുള്ളതുകൊണ്ട് സാറിന് സാറിന്റെ ഫോൺ തിരിച്ചിട്ടി. ഇല്ലെങ്കിൽ ഇപ്പോ നേരം വെളുക്കുന്നവരെ സാറ് ഫോണും തപ്പിങ്ങനെ നടക്കേണ്ടി വന്നേനെ. ഏത് കമ്പനിയുടെ മൊബൈലാണ്? കിട്ടുന്നില്ലോ സാറേ നമ്പർ. അതെങ്ങനെ ശരിയാവണ? ഞാനിപ്പോ വിളിച്ചാണല്ലോ. അതെവിടെയെങ്കിലും കാണാതിരിക്കും. അതെവിടെയെങ്കിലും കാണും. ഛോ, എന്നാലും എന്റെ ഭാര്യയെ വിളിച്ച് 2 പറയാൻ പറ്റിയില്ല. ചേട്ടന്റെ ഭാര്യ എവിടെയാണ്? വിദേശത്തുമല്ലാണ്? അവളെ അവളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. 2 കൊല്ലം മുമ്പ് എന്നെ ഉപേക്ഷിച്ചു പോയതാ. ലീഗലി ഞങ്ങളിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ. അവളുടെ പരടെ തന്ത പലപ്പോഴും എന്നെ ഡിവോഴ്സിന് വേണ്ടി നിർബന്ധിക്കാറാണ്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചാ പിന്നെ എന്നും പാതിരാത്രിക്ക് 4 അടിച്ചിട്ട് ഫോണിലൂടെ അവളുടെ തന്തയ്ക്കും മുത്തിക്കും തെറി വിളിക്കാൻ എനിക്ക് അവകാശം ഉണ്ടാവില്ലല്ലോ. ഞാൻ മാത്രല്ല, എന്റെ ഫ്രണ്ട്സിന് വരെ അവളുടെ നമ്പർ കൊടുത്തിട്ട് നല്ല പച്ച തെറി ഞാൻ പറയിപ്പിക്കാറുണ്ട്. പക്ഷെ അതിലുള്ള ഭാഗ്യം ഇപ്പൊ നിങ്ങൾക്ക് ഇല്ലാതായി. കാരണം എന്റെ ഫോൺ കാണാനല്ലോ. അവളെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കരുത് സാറേ, സമ്മതിക്കില്ല. വേണ്ട. നമുക്ക് പോണേ. എവിടെ പോവാൻ? പോണേ. ഈ പാതിരാത്രിയില് നിങ്ങൾ എവിടെയും പോകുന്നില്ല. ദാ ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ആ റൂമിൽ പോയി കിടന്നു. ചെല്ലേ.